ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ദുബായ് വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് ദിവസമൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് വീഡിയോസ് നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷം ഇവിടെ അനുക്കുട്ടിയും വിഷ്ണുമോനും നമ്മുടെ കുടുംബവും എല്ലാം ആയിട്ടുള്ള നമ്മുടെ കുറച്ച് സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. നമ്മുടെ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. Yeah, beautiful. This is our service apartment. Nice. Sure, kitchen. Okay. Oh, lavish വെള്ളമൊക്കെ റെഡി. ഫ്രിഡ്ജ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വിഷ്ണു എല്ലാം സെറ്റ് ചെയ്ത്. ഓ, എൻ്റെ ലാഫിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി. ഉറങ്ങി പെട്ടെന്ന് എഴുന്നേറ്റോ? ഗോൾഡൻ ഡിസൈൻ ആവശ്യത്തിന് ഫോട്ടോ എടുക്കാൻ പോവാ. എന്ത് വെയിലാ പുറത്ത്, എൻ്റെ അമ്മേ. വെയില് നോക്കി. വിഷ്ണു ഇസ് വെയിറ്റിംഗ് കാറില്. Yes, let's go. Yes. ലഞ്ച് ബ്രേക്ക് സമയത്ത് ഇറങ്ങിയതാണ്. വിഷ്ണുവിന്റെ ഓഫീസ് ഉള്ള ദിവസമാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരെ അപ്പുറത്തെ സൈഡിലോട്ട് റൈറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിലേക്കാണ് പോണേ. ഫോട്ടോയൊക്കെ എടുത്ത് ഇറങ്ങണം. ഞാൻ ഇവിടെ നിന്നാൽ മതി, നമ്മോട് വന്ന് കാർ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതിനകത്തായിരുന്നു ആ സ്റ്റുഡിയോ. വിസയുടെ ആവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലം. ഇതെല്ലാ മോൾസിലും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയും സൺഗ്ലാസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. സൺസ്ക്രീൻ ഇടണം മസ്റ്റ്. എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് അറിയില്ല ഈ ചൂടത്ത്. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ കൂടെ തന്നെ തിരിച്ചു വരുന്നു. അനുവിനെയും കുഞ്ഞിനെയും വിളിക്കാനുണ്ട്. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാണ്, കാരണം ഞാൻ ഇനി മുകളിലേക്ക് കയറുന്നില്ല. വിഷ്ണു പോയിട്ടുണ്ട്. അനുക്കുട്ടി റെഡിയായി നിൽക്കും. കുഞ്ഞിനെയും റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇനിയിപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് പോകും. വിഷ്ണു വിളിക്കാൻ പോയിട്ടുണ്ട്. കാർ സീറ്റൊക്കെ ഉണ്ട്. അത് കാരണം ഇപ്പോൾ മോൻ ഇതിൽ കംഫർട്ടബിളാണ്. ഈ കാർ സീറ്റ് ഇഷ്ടമാണ്. നാട്ടിൽ നമ്മുടെ കാറിനകത്ത് വെച്ചിരിക്കുന്ന കാർ സീറ്റിൽ കുഞ്ഞ് ഇരിക്കുന്നേ ഇല്ല, ഭയങ്കര ഭാഗം. ഇവിടെ പക്ഷേ കൂളായിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് ഓഫീസുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങളെ ഇവിടെ അടുത്ത് തന്നെ ഓൺ ദ വേ വിഷ്ണു ഓഫീസിലേക്ക് പോകുന്ന അമിറ്റിയിലേക്ക് പോകുന്ന റൂട്ടിൽ അത്യാവശ്യം കാഫോറിൻ്റെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, വലിയൊരു ഷോപ്പ്, അതിൻ്റെ അവരുടെ ഇതുണ്ട്, കാഫോറുണ്ട്. പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് പറ്റിയ വിൻഡോ ഷോപ്പിങ്ങും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ കിച്ചന് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഒരു 2-3 വീക്സോളം ലീവുണ്ട്, നാട്ടിലേക്ക് വരും. അത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ബൈ ദ ടൈം വിഷ്ണു ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു വരവിൽ തന്നെ അനുക്കുട്ടിയും അമ്മയൊക്കെ ഉണ്ടല്ലോ പർച്ചേസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫേർണിച്ചർ കാര്യങ്ങളെല്ലാം ബൈ ദ ടൈം ഒരു അപ്പാർട്ട്മെൻറ്റ് സെറ്റാകും. പിന്നെ അവിടേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പാത്രങ്ങളൊക്കെ മേടിച്ചാലും കുഴപ്പമില്ല. കുറച്ച് കാര്യങ്ങൾ മേടിക്കാമെന്ന് പ്ലാനുണ്ട്. അതെല്ലാം ആ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമില്ലല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് വിഷ്ണു എടുക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് അത് മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഹാൻഡ് ബ്ലെൻഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഞാൻ കുറേ പ്ലാൻ ഇട്ടുകൊണ്ട് നടക്കുന്നു പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ വെളിയിൽ നല്ല ചൂടാണെങ്കിൽ കാരണം AC ഇട്ട് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, കാരണം കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ദുബായ് ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്കിന് വന്നതല്ലേ നമ്മൾ. മാഞ്ചസ്റ്റർ ജീവിതം പോലെ ദുബായ് ജീവിതം ഇപ്പോൾ
മോന് ഇവിടെ ഉള്ളതുകൊണ്ട് അതും ഒരു പാർട്ടായി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ഭാഗമാണിപ്പോൾ. അപ്പോൾ വിഷ്ണുവിന് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റായി കഴിഞ്ഞാൽ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാമല്ലോ. ഇടയ്ക്ക് ഒരു മാസത്തേക്ക് വരാം, 2 ആഴ്ചത്തേക്ക് വരാം. പിന്നെ അനുക്കുട്ടിയും കുഞ്ഞും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവർ മാത്രമായിട്ട് ചിലപ്പോൾ സമയങ്ങളിൽ ഇവിടെ വരാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവർ സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്യാൻ എപ്പോഴാണ് വരുന്നത്. സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ ഇപ്പോൾ കുഞ്ഞ് ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് ഉടനെ ഉണ്ടാവില്ല. അനുവിൻ്റെ ബിസിനസ്സൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അതെല്ലാം കുറേയൊക്കെ ഓൺലൈൻ ആക്കിയെങ്കിലും കുറച്ച് പ്ലാനുണ്ട്. അപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടെയൊക്കെ വലുതായിട്ട് കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മേ ബി ഒരു 6 months സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ശരിയായിട്ട് കൂടുതൽ സമയം ഇവിടെ വന്ന് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഞാനിങ്ങനെ ഓൺ ആൻഡ് ഓഫ് വന്നു പോയിരിക്കും. എനിക്കിഷ്ടമാണ് ദുബായ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ മലയാളികളും നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുള്ള സ്ഥലമല്ലേ. ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കും. അതാണ് ഇറ്റ്സ് എ മാജിക്കൽ സിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയും. What? Milky. നല്ലൊരു ഷോപ്പാണ്. ഓഹോ, കട്ട്ലറീസ് അങ്ങനത്തെ കുറേ സാധനം. ഓ ബ്യൂട്ടിഫുൾ. പല പല ബ്രാൻഡ്സാണിത്. പെബിൾസ് ഉണ്ട്. I'm here around. Take your time. Okay. ഇത് ബാസ്കറ്റ്സ് ലോണ്ടറി ആണോ അത്? ഹായ്, നല്ല ഷെൽഫല്ലേ, ബേസിക് ഷെൽഫ് പക്ഷേ കൊള്ളാം. അത് ഭയങ്കര ഹെവിയാണ്. വെയിറ്റ് ഇതൊക്കെ മോസ്കോ മ്യൂൾ മഗ്, കോപ്പർ മഗ്. Irish coffee mug, stemless glass, edge cup. അയ്യോ ഭയങ്കര രസമുണ്ട്. ഫോണ്ടിയൂ സെറ്റ്, സ്റ്റൗ ടോപ്പ് പോപ്കോൺ. ഓക്കെ, എക്സ്പെൻസീവാണ് ഈ ഏരിയാസ് എല്ലാം ഭയങ്കര ബ്രാൻഡഡാണ്. എല്ലാം മാർബിളിൻ്റെ പീസസാണ്. ഓൾ ഗുഡ്. Buy 2 get 1 free. കുഞ്ഞുങ്ങളുടെ പോട്ടറി ബൗണ്ട് കിഡ്സ്. പിങ്ക് ബറി ആണെന്ന് മനസ്സിലായി. ഫ്രോസൺ യോഗേർട്ട് PF ചാങ്സ്. എന്തായാലും സോർബേ ഉണ്ട്. ചാങ്സ്. എൻ്റെ ഇഷ്ടപ്പെട്ട വാഹനം ടെസ്ല. ടെസ്റ്റ് ഡ്രൈവ് ടുഡേ. മേടിച്ചാലോ? ടെസ്ല. കോഫി ഡിസ്ട്രിക്റ്റ്. ഡിയോറുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്.
ഓൾ മോൾസ്. നമ്മൾ ലിഫ്റ്റിൽ കയറി പോകുന്നു അടുത്ത ഫ്ലോറിലേക്ക്. കുഞ്ഞുറങ്ങി. ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് നടക്കാൻ പോകുന്നു. നോക്കട്ടെ. ടർക്കിഷ് ഫുഡാണ് ഓർഡർ ചെയ്തത്. റാപ്പ് അതിനാണ് ഒബ്സഷൻ. അടിപൊളി. ഓൾ വൈറ്റ്. ഇത് കൊള്ളാലോ. ഇതെവിടെ? ജെസൻ മോൾ. ജഷാം ഹോം സെൻറ്റർ. ഇവിടുത്തെ ഹോം സെൻറ്റർ. യെസ്, ബ്യൂട്ടിഫുൾ. പക്ഷെ ഇതൊക്കെ എന്തെങ്കിലും മേടിച്ചാൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പാടാ. ബ്യൂട്ടിഫുൾ. ഹോം സെൻറ്ററിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അയ്യ, അടിപൊളിയാണ്. ഗംഭീരം. കുറച്ച് റീസണബിളുമാണ് റേറ്റ്സ് എല്ലാം. ഭയങ്കര നല്ലതാണ്. സെയിലും നടക്കുന്നുണ്ട് ഇവിടെ. ഹലോ. സോഫ്റ്റ് മോൾക്ക് ഇഷ്ടമായി. ഹലോ. ടിം ഹോട്ടസ് എന്ന് പറഞ്ഞിട്ട് കഫേയിൽ ഇരിക്കുവാണ്. ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ചെയിൻ യെസ് ഇറ്റ്സ് എ ചെയിൻ. സ്റ്റാർബക്സ്. അയ്യോ, ദേ ഇവിടെ ഒരാൾ കിടന്ന് ബഹളം. അയ്യോ എൻ്റെ അമ്മേ. ചേർന്നെടുത്തേണ്ടി വരും. അയച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അനുവിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് സെഫോറ. ഇത് പാഷൻ ഫ്രൂട്ട് കൂളറും. പാഷൻ ഫ്രൂട്ട് കൂളർ. ഇത് വൈറ്റ് മോക്ക. വാവ്, ഐസ്ഡ് വൈറ്റ് മോക്ക. അദ്ദേഹത്തിനെ നമ്മൾ സീറ്റിലാക്കി ചെയറിൽ കയറ്റി. എൻജോയ്. ആള് കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ കഫേയുടെ പേര്. ടിം ഹോട്ടസ്. അഡ്രസ് ചെയിനാണ്. ഹായ് ബേബി. സരസ്വതി മോളി. പുടുമോൾ എൻജോയ്. പുതിയ ചെയറിലിരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഹായ് പുടുക്കുട്ടി. ഹായ്. അമ്മ വിളിക്കണു. അങ്ങോട്ട് നോക്കിയേ. വിഷ്ണു എത്തി ഓഫീസിൽ നിന്ന്. ഞങ്ങളെ ജോയിൻ ചെയ്തു. മിൽക്കി ടൈം. ഓക്കെ, അങ്ങനെ നമ്മൾ പോകാൻ പോകണം. ഇനി അടുത്ത നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റർ പോയിന്റ്, സ്പ്ലാഷ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാഫൂറുണ്ട്. ഇവിടെ എല്ലാം ഒന്ന്. ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്ക്. ഇതിന് തൊട്ടടുത്താണല്ലേ? ലെറ്റോ അല്ലേ? പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ മോളിലുണ്ട് ഒരു ബ്രാഞ്ച്. കാർഡിയോ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്തിട്ട്. അല്ല, ഇത് തിരിച്ചു വന്നിട്ട് എക്സസൈസ് ചെയ്യാനും. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. യെസ്, കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം മേടിക്കാം. ഇപ്പോൾ ടെമ്പററി ആയിട്ടൊരു ടബ് വാങ്ങിക്കാൻ കയറുന്നതാണ് അവനെ കുളിപ്പിക്കാൻ. നമുക്ക് പോട്ടി സീറ്റ്സ് വിത്ത് ഹാൻഡിൽസ്. പോട്ടി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ. ഫിലിപ്സ് 70. ഇതെന്തായാലും അൾട്രാസോഫ്റ്റ് ഫ്ലെക്സിബിൾ
പാസിഫയർ അല്ലേ അമ്മ? പാസിഫയർ അത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ളതും കൂടി ചേർത്തിട്ടാണ് തോന്നുന്നു. അപ്പോൾ അതെ, യെസ്, സ്റ്റെറിലൈസിങ് കേസ്. പലതരം സംഗതികളാണ് കുട്ടികൾക്ക് ആവശ്യമുള്ളത്. ഫുൾ ബേബീസ്. കുടുംബമായിട്ട് വന്നിട്ട് കുടുംബങ്ങൾക്ക് ഷോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് ഷോപ്പ് ചെയ്യാൻ? അയ്യോ, തട്ടി വീണ. വിഷ്ണു ഓഫീസിൽ നിന്ന് വന്ന കൊല്ലത്തിൽ തന്നെ കാഫോറിൻ്റെ വെളിയിലെത്തി. ഇനി ഇവിടെ ഇഷ്ടം പോലെ സംഗതികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഫോർ. ഇത്രയും വാങ്ങിയ കൂട്ടി അല്ലേ? ഇതൊക്കെ നല്ല ബ്യൂട്ടി. മറ്റേ ടൈപ്പ് മോളാണ് വിളിക്കുന്നേ. ഒയ്യോടെ ചക്കരി ഫുൾ സെറ്റ് ഗ്രാനൈറ്റ് ലോങ് ലാസ്റ്റിംഗ് കുക്ക് വെയർ. ഗ്രീൻ കളർ എടുത്തിരിക്കുന്നത്. സോണിയുടെ ഹെഡ്ഫോൺ. അപ്പോൾ ഇതാണ് ഭയങ്കര ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റ്, സ്റ്റോൺ വെയർ. ദിസ് പ്രോഡക്റ്റ് ഇസ് ജസ്റ്റ് a minute. This is granite cooking pots, right? Which company is this? Prestige. നല്ല ക്വാളിറ്റിയാണ്. ഗ്രാനൈറ്റ് സ്റ്റോൺ. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട്. ഓ, ദിസ് ഇസ് അനദർ കളർ. എൻ്റെ ഫേവററ്റ് ഏരിയയിലാണ് കിടന്ന് കറങ്ങുന്നത്. പാത്രങ്ങൾ ഗാഡ്ജറ്റ്സ് അടിപൊളി ഇഷ്ടംപോലെ ഉണ്ട്. ലേറ്റസ്റ്റ് കുക്കിംഗ് വെയർസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഫാഷൻ കേട്ടോ. മാർബിൾ കോട്ടിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ. സ്റ്റോൺ വെയർസ് പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻറ്റി ബാക്ടീരിയൽസ്, അതാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്തതെന്ന് പറയും. ഇത് പ്ലാസ്റ്റിക് അല്ല, ആൻറ്റി ബാക്ടീരിയൽ ബോർഡ്സാണ്. കട്ടിംഗ് ബോർഡ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്, ഷേപ്സ്. വുഡാണ് എപ്പോഴും സേഫ്. ഓക്കെ, മെഷറിങ് കപ്സ് വാങ്ങണം. ഇതൊക്കെ ഡീലിന് വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ. നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സീരീസ്, സിലിക്കോൺ സീരീസ്, ബേക്കിംഗ് തിങ്സ് ഒക്കെ ഡീലാണ്. ഗ്ലൗസ്, റോളിംഗ് പിൻ നോക്കിയേ, സിലിക്കോണിൻ്റെ അടിപൊളി. ആലിയ ഭട്ട് ഫേമസ് ആക്കിയ സംഗതികളാണ് ഇതെല്ലാം. ഓ, അടിപൊളി ഡിസേർട്ട്സ്. മൈ ഗോഡ്. മിൽക്ക് കേക്കിൻ്റെ ഉത്ഭവം ഇവിടെ നിന്ന് പറയാം. ചോക്ലേറ്റ് ഫഡ്ജ്, കോക്കനട്ട് മാംഗോ, ബ്ലൂബെറി, ഹണി കേക്ക്, നെപ്പോളിയൻ കേക്ക്, സ്ട്രോബെറി വാനില ചീസ് കേക്ക്. അതൊന്ന് ട്രൈ ചെയ്തിട്ട് ഡിസേർട്ട്സ്. വിഷ്ണുക്ക് ഇരുന്ന് കഴിഞ്ഞു. ലേറ്റോ കഫേയുടെ മെനു ആണിത്. ഇവിടുത്തെ മിൽക്ക് കേക്ക് ഇത്രയും ഫേമസ് ആക്കിയത് ആലിയ ഭട്ട്. ഇപ്പം മലയാളികൾ, വ്ളോഗേഴ്സ് എല്ലാവരും ഇത് ഫേമസ് ആക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ അല്ലാണ്ട് ലഞ്ച് മെനു, സാലഡ്സ്, അല്ലാണ്ട് ഡിന്നർ മെനു എല്ലാം ഉണ്ട് കേട്ടോ. പലതരം ഡിസേർട്ട്സും. 17 ഔട്ട്ലെറ്റ്സിൽ, ഇവരുടെ 17 ലേറ്റോ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവയിൽ. ഇവിടെ എല്ലാം ഫുൾ ഹൈ ചെയറിലിരുന്നു. ഓക്കെ, കുടിക്കാനുള്ള ഐറ്റംസ്, വ്യൂ മെനു. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. യെസ്, മിൽക്ക് കേക്ക്. ഇതെന്തായിരുന്നു? മാംഗോ കോക്കനട്ട്, സ്ട്രോബെറി ആൻഡ് വാനില ചീസ് കേക്ക്. വാനിൽ, ഓക്കെ, സ്ട്രോബെറി ആൻഡ് വാനില ചീസ് കേക്ക്. ചീസ് കേക്കിൻ്റെ ഷേപ്പാണ് കമ്പാരിറ്റീവ്ലി വേറെ വരുന്നത്. ആ ബിസ്ക്കറ്റ് ഒരു റോള് പോലെയാണ് വരുന്നത്, ആ ബേസ് അല്ലേ? യെസ്. മിൽക്ക് കേക്ക്, വാനില സ്ട്രോബെറി ചീസ് കേക്ക്, മാംഗോ കോക്കനട്ട് കേക്ക്. അവൻ മൂന്ന് ഇതിന് തന്നെ നോക്കണം.
മിൽക്ക് കേക്കിൽ നിന്ന് തുടങ്ങാം. അപാര ടേസ്റ്റ് ഒരു രക്ഷയില്ല, നിർത്താനേ തോന്നുന്നു. ടു ഗുഡ്. രക്ഷയില്ല. ഫ്രഞ്ചസ് ഭയങ്കര ടേസ്റ്റ്. എന്തോ ഫ്രഞ്ചസൊക്കെ വേണമെന്നുണ്ട്. ഭയങ്കര ചീസി ടേസ്റ്റ്, ചീസി ഭയങ്കര ടേസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് മിൽക്ക് കേക്ക്, അഫ്കോഴ്സ് മിൽക്ക് കേക്ക്. അടിപൊളിയാണ്. ഓക്കെ, നമ്മളിവിടുന്ന് ഫിനിഷ് ആയിക്കോളൂ. സരസ്വതി മോളെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി നല്ല കുട്ടിയായിട്ട് നമ്മൾ ഗോയിങ് ബാക്ക്. നമ്മുടെ ഈ കഫേയിൽ നിന്നും വി ആർ ഗോയിങ് ബാക്ക്. അങ്ങനെ മിൽക്ക് കേക്ക് എല്ലാം കഴിച്ചു. മോള് കഴിച്ചില്ല, അയ്യോ പാവം മോള് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ഹോൾ ഡേ ഇപ്പൊ രാത്രി 8:30 8:40 ആയി. ഹോൾ ഡേ ഇവിടെ തന്നെ കിടന്ന് കവലായി.